തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്നായിരുന്നു കോൺഗ്രസ്സുകാർ പാർട്ടി വിട്ട് BJPയിലേക്ക് ചേക്കേറുന്നു എന്നുള്ളത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെയും താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ പാർട്ടി വിട്ടുപോയത് പല രീതിയിൽ പാർട്ടിക്ക് വലിയ ക്ഷീണമാകും എന്ന് പാർട്ടിക്കുള്ളിലെ പല ഘടകത്തിലുള്ളവർ പറഞ്ഞുവെങ്കിൽ പോലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് വിജയിക്കുമെന്ന തീർച്ചയായും ആത്മവിശ്വാസമുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തനങ്ങളുമായി മുഖ്യധാരയിലുള്ളത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രാദേശിക തലത്തിലുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുന്നു. കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും BJPയിലേക്ക് കോൺഗ്രസിൽ നിന്നൊരു ഒഴുക്കുണ്ടാകുന്നു എന്ന തരത്തിലേക്കുള്ള പ്രചരണ പരിപാടികളൊക്കെ ഇടതുപക്ഷവും BJPയും ഒക്കെ നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിന് ഒരു ശമനവും ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ്. വയനാട്ടിൽ, അതായത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിന്റെ DCC ജനറൽ സെക്രട്ടറി കോൺഗ്രസ് വിട്ട BJPയിലേക്ക് ചേർന്നിരിക്കുന്നു. വയനാട് DCC ജനറൽ സെക്രട്ടറിയായ PM സുധാകരനാണ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. അതിന് സുധാകരൻ പറയുന്ന കാരണങ്ങൾ ഇങ്ങനെയാണ്. ജില്ലാ DCC ഭാരവാഹികള്, പഞ്ചായത്ത് പ്രസിഡന്റുമാര്, മറ്റ് ജനപ്രതിനിധികൾക്കൊക്കെ അപ്രാപ്യനായ ഒരു നേതാവായിട്ട് തോന്നാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പലപ്പോഴും വരുമ്പോൾ പുറത്ത് വെയിലത്ത് നിന്ന് കൈ കൊടുക്കാൻ വേണ്ടി മാത്രം മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥ ജില്ലാ ഭാരവാഹികൾക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായി പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയത്തിലൊരു ഗതികേടാണ്. ഒരിക്കലും തുറന്ന് സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ വലിയ പരാതി. എന്നെപ്പോലെ തന്നെ ഒട്ടേറെ പ്രവർത്തകർക്ക്, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊക്കെ ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അദ്ദേഹത്തോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ പോലും അവസരം കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ ജനപ്രതി എന്ന നിലയിൽ വേദനാജനകമാണ്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. സാധാരണക്കാരനുമായിട്ട് സംവദിക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞില്ല എന്നുള്ള 5 വർഷത്തെ ഒരു പോരായ്മയായി തന്നെ ഞാൻ കാണുകയാണ്. താൻ അടക്കമുള്ള പല ജില്ലാ നേതാക്കന്മാർക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുമൊക്കെ രാഹുൽ ഗാന്ധിയിലേക്ക് സമീപിക്കുക എന്നുള്ളത് ഒരു ബാലികേറ മല പോലെയാണ് എന്ന തരത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത്. അദ്ദേഹത്തിനൊപ്പം ഒരു ഫോട്ടോ എടുക്കുവാനോ ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കുവാനോ ഒപ്പം ചേർന്ന് നിൽക്കുവാനോ കഴിയാത്ത സാഹചര്യമാണ് വയനാട്ടിൽ ഉള്ളത്. പിന്നെ എങ്ങനെയാണ് സാധാരണക്കാർക്ക് രാഹുൽ ഗാന്ധിയെ സമീപിക്കുവാൻ കഴിയുക എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നും സാധാരണക്കാരിലേക്ക് വയനാട്ടിലെ MP രാഹുൽ ഗാന്ധിക്ക് എത്തിപ്പെടുവാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ആണ് അദ്ദേഹം ഉയർത്തുന്നത്. BJPയുടെ നേതാവ് പ്രശാന്ത് മലവയലിന്റെ കയ്യിൽ നിന്നുമാണ് അദ്ദേഹം അംഗത്വം സ്വീകരിച്ചത്. കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ ഗാന്ധി എന്നത് ആർക്കും എത്തിപ്പെടുവാൻ സാധിക്കാത്ത ഒരു നേതാവാണെന്നും പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർക്കും അവിടുത്തെ പ്രവർത്തകർക്കും വയനാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും രാഹുൽ ഗാന്ധി എന്ന വയനാടിൻ്റെ MPയെ ഒന്ന് നേരിൽ കാണുവാനുള്ള അവസരം ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ സാധാരണക്കാരോടൊപ്പം ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ സാധാരണക്കാരോടൊപ്പം സംവദിക്കുവാനോ യാതൊരു ബുദ്ധിമുട്ടോ ക്ലേശമോ കാണിക്കാത്ത, എല്ലാവരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന തികഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും മനുഷ്യസ്നേഹിയുമാണ് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കന്മാർ മറുപടി പറയുന്നുമുണ്ട്. പക്ഷേ സാക്ഷാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുവാൻ പോകുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട DCC ജനറൽ സെക്രട്ടറി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുമ്പോൾ അതിന് തടയിടുവാൻ സാധിക്കുന്നില്ലേ വയനാട്ടിലെ കോൺഗ്രസ്സുകാർക്ക്, കോൺഗ്രസ് നേതൃത്വത്തിന് എന്ന ചോദ്യം ഇപ്പോൾ വലിയ ഒരു ആക്ഷേപം പോലെ ഉയരുക തന്നെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട്ടിലെത്തിയപ്പോഴും സജീവമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയ മുൻ DCC ജനറൽ സെക്രട്ടറിയായ PM സുധാകരൻ. ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്നത്. അതിൽ പല വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടാകുമെന്നും സ്ഥാനങ്ങൾ മോഹിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം പാർട്ടി വിട്ടതും എന്നൊക്കെയാണ് കോൺഗ്രസിൽ നിന്ന് ഉയരുന്ന അദ്ദേഹത്തിനെതിരായ ആക്ഷേപങ്ങൾ. എന്തായാലും കുറച്ചു നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ഒരു നേതാവ് പോകുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. ഇത് വയനാട്ടിൽ വലിയ കോളിളക്കമൊന്നും സൃഷ്ടിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിൽ പോലും സാക്ഷാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പോലും BJPക്ക് കോൺഗ്രസുകാരെ അടർത്തിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന വാർത്ത കാര്യമായ രീതിയിൽ പ്രചരണ ആയുധമായി ഇടതുപക്ഷവും BJPയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും രാഹുൽ ഗാന്ധിയെ ഏശാൻ പോകുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിനപ്പുറമാണ് അദ്ദേഹത്തിന് വയനാട്ടിൽ നിന്ന് ലഭിക്കുന്ന സ്വീകരണം, അതിനപ്പുറമാണ് ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്ന് തന്നെയാണ് കോൺഗ്രസും മുൻപോട്ട് വയ്ക്കുന്നത്. ഏതായാലും
2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കുറയുകയാണ് എങ്കിൽ അത് ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ ഇടതുപക്ഷത്തിനും BJPക്കും അവകാശപ്പെടാം.